നമ്മുടെ അഭിമാന താരം അർജുന അവാർഡ് വിന്നർ പത്മിനി തോമസ് ചേരുന്നു. മുൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കൂടിയാണ്. നമ്മളുടെ ഏറ്റവും എല്ലാ കാലത്തും കേരളത്തിന് എന്ത് കായിക ലോകത്തിന് എടുത്തു വെക്കാൻ ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്ന ഒരു പേരാണ് സ്കൂൾ കായികമേള എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു 67ാമത്തെ എഡീഷനാണ് വരുന്നത്. നമുക്ക് ഒരുപിടി താരങ്ങൾ അല്ലെങ്കിൽ പുത്തൻ താരങ്ങളുടെ ഉദയം കാണുന്ന ഒരു ട്രാക്ക് അല്ലെങ്കിൽ ഫീൽഡാണ്. എന്താണ് ഇത്തവണത്തെ പ്രതീക്ഷകൾ? ഏറെ പ്രതീക്ഷകളുണ്ട്. മാത്രമല്ല, തലസ്ഥാന നഗരിയിൽ വീണ്ടും ഒരു സ്റ്റേറ്റ് ഒളിമ്പിക് സ്കൂൾ മത്സരങ്ങൾ വന്നിരിക്കുകയാണ്. ഏറെ സന്തോഷമുണ്ട്. ഏറെ സന്തോഷം. ഇവിടെ നല്ല ഉയരത്തിൽ, നല്ല ദൂരത്തിൽ, നല്ല വേഗത്തിൽ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഓടാൻ സാധിക്കട്ടെ. റെക്കോർഡുകൾ ഒരുപാട് ബ്രേക്ക് ചെയ്യാൻ സാധിക്കട്ടെ. ഒരു കാലഘട്ടം നിങ്ങൾ പി.ടി. ഉഷ അടക്കമുള്ള ഷൈനി അടക്കമുള്ള ഒരുപിടി താരങ്ങൾ അത് പക്ഷേ വനിതാ താരങ്ങൾക്ക് ഇപ്പോൾ ഒരു ഒളിമ്പിക്സിൽ നമ്മൾ കഴിഞ്ഞ 2 ഒളിമ്പിക്സിലായിട്ട് നമുക്ക് നമ്മുടെ മലയാളി താരങ്ങളില്ലാത്ത വനിതകളില്ലാത്ത ഒളിമ്പിക്സുകളാണ് കടന്നു പോകുന്നത്. എന്തു പറ്റി കേരളത്തിന് എന്നുള്ളത് വലിയ ചോദ്യമാണ്. സങ്കടകരമായ കാര്യം തന്നെയാണ്. അങ്ങനെ കേൾക്കുമ്പോൾ കേരളം ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പിന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടവും കൂടെയാണ്. നമുക്കിവിടെ ഫെസിലിറ്റി ഇല്ല എന്നുള്ളതാണ്. നമ്മൾ നോക്ക്, ഈ ട്രാക്ക് നോക്ക്. അതുപോലെ തന്നെ പിള്ളേർക്ക് ഓടാനായിട്ട് ഉള്ള നല്ല സ്പൈക്സുകളില്ല. ഇന്നും അന്ന് ഞങ്ങളെ കഴിഞ്ഞ് മോശമായിട്ടുള്ള, ഇന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഫോട്ടോ കണ്ടു. ഒരു കമ്പ് പിടിച്ചുകൊണ്ട്, ഒരു സ്കൂൾ മത്സരത്തിന് ഒരു കമ്പ് പിടിച്ചുകൊണ്ട് ഒരു കൊച്ചു റിലേ ബാറ്റൺ ഇല്ലാത്ത ഓടുന്നത് നോർത്ത് നോക്കിയേ. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴും മത്സരങ്ങൾ. പഴയ പുരാതന കാലത്തെ രീതികളാണ് ഇപ്പോഴും. അതൊക്കെ എല്ലാം മാറണ്ടേ. ഗവൺമെൻറ്റാണ് മുൻകൈ എടുക്കേണ്ടത് എല്ലാത്തിനും. ഈ ഫെസിലിറ്റീസ് ഉണ്ടാക്കണമെങ്കിലും നമുക്ക് സ്റ്റേഡിയം, ഒറീസയിലൊക്കെ ഇൻഡോർ അത്ലറ്റിക് സ്റ്റേഡിയം വന്നു. നമുക്കൊക്കെ ഇപ്പം ദൈവമേ, അവരൊക്കെ എന്ത് വലുതായി പോയി. നമ്മൾ ഇന്നും താഴോട്ട് പോവുകയാണല്ലോ എന്നുള്ള ഒരു വിഷമം നമുക്കുണ്ട്. പിള്ളേർക്ക് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കണം. മേള ഒരു ഇത്തരം വരുന്നത് അവസരമാണ്, കൂടുതലാണ്. പക്ഷേ ഒപ്പം തന്നെ ഇതിലും വലിയ മാറ്റം ഉണ്ടാവണം ജീവിതത്തിൽ, അവരുടെ ഫെസിലിറ്റീസിന്റെ. അതെ, എല്ലാവരെയും, കുഞ്ഞുങ്ങളെ എല്ലാവരെയും ആശംസിക്കുകയാണ്. അവർക്ക് നല്ല പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിയട്ടെ. മാത്രമല്ല, നമുക്ക് 2030 കോമൺവെൽത്ത് ഗെയിംസ് വരുന്നു. 36 നമ്മൾ ചിലപ്പം ഒളിമ്പിക്സ് നടത്താൻ പോകുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള കുട്ടികൾ 12, 13 വയസ്സായവരാണ് ആ സമയത്ത് പെർഫോമൻസ് ഇന്ത്യക്ക് വേണ്ടി ചെയ്യേണ്ടത്. അത് ലക്ഷ്യം കണ്ടുകൊണ്ട് നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് എല്ലാ ടീമുകളിലും നമ്മുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാവണം എന്നുള്ള ഇത് നമുക്ക് ഗവൺമെന്റിന് സ്കൂൾ ഒളിമ്പിക്സിന്റെ അല്ലെങ്കിൽ സ്കൂൾ കായികമേളയുടെ ലക്ഷ്യം അതാവണം. വിഷൻ 2036 അല്ലെങ്കിൽ 2030. അതെ, കറക്റ്റ്. വിഷൻ 2030ഉം 36ഉം ആയിരിക്കണം. എന്തായാലും നമ്മുടെ അഭിമാന താരം ഈ പറഞ്ഞ പ്രതീക്ഷകളാണ്. ഒപ്പം പഴയകാല നല്ല ഓർമ്മകൾ പങ്കുവെച്ചു. അതോടൊപ്പം തന്നെ സ്കൂൾ കായികമേള കൊണ്ട് അല്ലെങ്കിൽ എന്തിലേക്കൊരു ഉന്നം വെക്കേണ്ടത് അടുത്ത കോമൺവെൽത്ത് ഗെയിംസും അല്ലെങ്കിൽ ഒളിമ്പിക്സും അടക്കമുള്ള മീറ്റുകളാണ്, അല്ലെങ്കിൽ വലിയ വലിയ വേദികളാണ്. അതിന് ഇപ്പോൾ ഇവിടെ നിന്ന് കണ്ടെത്തുന്ന താരങ്ങളെ വളർത്തിയെടുക്കണം. അതിനായിരിക്കണം സർക്കാരും കായിക വകുപ്പും അല്ലെങ്കിൽ അസോസിയേഷനും ഒക്കെ തന്നെ ശ്രമിക്കേണ്ടതെന്നാണ് പത്മിനി തോമസ് പറയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് മാഹിൻ ജാഫറിനൊപ്പം അനിൽ വാസുദേവ്, 24.